ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് മെയ് 29, അതായത് കുട്ടികൾക്ക് രണ്ടുപേർക്കും ഇന്ന് മെയ് 29 തീയതിയാണല്ലോ സ്കൂൾ റീഓപ്പൺ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്കൂൾ അങ്ങനെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഒരു വീഡിയോ എടുക്കാൻ വെച്ചിട്ടാണ് എടുത്തത്. അപ്പം രാവിലെ തന്നെ ഞാൻ വിളക്കൊക്കെ വെച്ചു. കുട്ടികൾ പോകുന്നതിന് മുമ്പ് വിളക്ക് കണ്ടോട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വിളക്കൊക്കെ വെച്ചു. അപ്പം ഇന്നെന്താ വെച്ചാൽ രാവിലെ തന്നെ എല്ലാവരും പെട്ടെന്ന് റെഡിയായി കേട്ടോ. മക്കളാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇച്ചു കുറച്ച് കളിപ്പിക്കുമായിരിക്കുന്നു, പക്ഷേ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ അവൻ എഴുന്നേറ്റ് അവൻ്റെ കാര്യങ്ങൾ നോക്കി പെട്ടെന്ന് തന്നെ റെഡിയായി. എൻ്റെ ഫുഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റെഡിയായി. കാരണം ഫസ്റ്റ് ഡേ ആണല്ലോ, ഉറങ്ങിപ്പോയെന്ന് വെച്ചിട്ട് പതിവിലും നേരത്തെയാണ് എഴുന്നേറ്റത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർത്ത് എന്നിട്ട് എൻ്റെ മക്കൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ട് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇച്ചുവിൻ്റെ ബാഗൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാ നോക്കൂ, ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു ബാഗ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ടൈം ടേബിൾ രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം ടേബിളൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോയത്. കാരണം ഇന്ന് തന്നെ എല്ലാ സബ്ജക്റ്റും ക്ലാസ്സും നടന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ഇവർക്ക് ആദ്യമേ പൂട്ടിയിട്ട് തുറന്നതാണല്ലോ. 6th ക്ലാസ് ഇച്ചുവിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബുക്കൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് ബാഗ്. പിന്നെ അവനോട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ന് സ്കൂൾ തുറന്നിട്ട് കുട്ടികൾ പോവാക്കുമ്പോൾ ഒരു വല്ലാത്ത സങ്കടമായിരുന്നല്ലോ. എല്ലാ അമ്മമാരും പറയുന്ന പോലെ എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കട്ടെ എന്ന് വെച്ചു. കാരണം ഇവർ അടി കാണുമ്പോൾ അടി ബഹളമായിരുന്നല്ലോ വീട് മൊത്തം. അപ്പോൾ സ്കൂൾ തുറക്കട്ടെ വെച്ചിട്ട് പെട്ടെന്ന് വെക്കേഷൻ കഴിഞ്ഞ പോലെ തോന്നി. പക്ഷെ അവർ പോയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. ഇത് കണ്ടോ, വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ നോക്കിയതാണ്. അതിന് കൂട്ടായിട്ട് അച്ഛനും ഉണ്ട്. അപ്പം അങ്ങനെ ഇവർ ഇറങ്ങാണ്. ബാഗ് വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടെന്ന് അവൻ പറയാണ്. കാരണം വാട്ടർ ബോട്ടിലുണ്ട്, കുടയുണ്ട്. വൈകുന്നേരം മഴ പെയ്താലോ വെച്ചിട്ട് കുട കൊണ്ട് കൊടുത്തായിരുന്നു. പിന്നെ ഈ സംഭവം കൊണ്ട് ഇത് ഞാൻ എന്ത് ചെയ്താലും വീഡിയോയിൽ ഇടുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. വണ്ടിയിൽ വന്നിരുന്നതിന് ശേഷം ചാവി എടുത്തില്ല. ചാവി എടുക്കാൻ ഇത് സ്ഥിരം പരിപാടിയാണ്. ബിനീഷേട്ടൻ വണ്ടി നോക്കുമ്പോൾ ചാവി എടുക്കാതെ വേഗം പോയിട്ടിരിക്കും. പിന്നെ ഞാൻ ചാവി കൊണ്ടു കൊടുക്കണം. അങ്ങനെ ഇത് അവർ പോകുന്ന നോക്കിയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും മക്കളെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പം വീട് മൊത്തം ഒരു ശൂന്യതയാണല്ലേ. അതിപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് അത് പെട്ടെന്ന് ഫീൽ ചെയ്യും. കാരണം ഇത്രയും നാൾ ബഹളയിലായിരുന്ന വീട് പെട്ടെന്ന് ഉറങ്ങിയ പോലെ ആകുമ്പോൾ ശരിയല്ലേ. അപ്പോൾ എന്തായാലും ഇനി അവർ വരുന്നവരെ എൻ്റെ പണിയൊക്കെ ഞാൻ ഒരുക്കി വെക്കട്ടെ. അപ്പോൾ ബായ്.